ബലിതർപ്പണ ദിവസമായി. അങ്ങനെ ഞാൻ ബലിയർപ്പിക്കാനായി ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുവാണ്. ഞാനൊരു 11:45 കൂടിയാണ് അമ്പലത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ തിരക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. വെളുപ്പിനെ 2 മണി മുതൽ നല്ല തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാൽ ജനപ്രളയം തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. ഞാൻ ചെന്നപ്പോൾ ബലിതർപ്പണ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ അടുത്ത സെറ്റിൽ കയറി. ഞാൻ എന്റെ അച്ഛനും അമ്മമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ബലിയിടാനായിട്ട് വന്നത്. ഇതിന്റെ മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ബലിയർപ്പിക്കാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ഇവിടുത്തെ ഭാരവാഹികൾ നിർവഹിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു. അപ്പൊ തന്നെ നല്ല മഴ പെയ്യുമായിരുന്നു. മഴ പെയ്ത നല്ല ലക്ഷണമാണെന്നാണ് പറയുന്നത്. നമ്മുടെ മരണപ്പെട്ടു പോയ പിതൃക്കൾക്ക് ശാന്തിയും മോക്ഷവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ചടങ്ങ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു സമയത്ത് മഴ പെയ്തപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ നമ്മൾ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ ബലിതർപ്പണത്തിനായിട്ട് നമ്മൾ പോവുകയാണ് ആറ്റിലോട്ട്. ആറ്റിലൊക്കെ നല്ല വെള്ളം നിറഞ്ഞു കിടക്കുവാണ്. സത്യം പറഞ്ഞാൽ സ്റ്റെപ്പ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ആറ്റിലൊക്കെ. പക്ഷെ നമുക്ക് യാതൊരുവിധ പേടിയും വേണ്ട, കാരണം എല്ലാവിധ സുരക്ഷിതവും അവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ബലിതർപ്പണവും കഴിഞ്ഞ് ഞാൻ തിരിച്ച് കയറുവാണ്. കണ്ടിലെ നിറയെ വെള്ളം കയറി കിടക്കുവാണ് ആറ്റില്. സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് മുങ്ങി കുളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. വെള്ളം കയറി കിടക്കുന്നുണ്ട്, റിസ്ക് എടുക്കാൻ വയ്യ. ഓക്കെ, ബൈ.